നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാറും ആന്റണി രാജുവും വാങ്ങിക്കൂട്ടിയ ബസ്സുകൾ ബാധ്യതയാകുന്നു. KSRTC പ്രീമിയം സൂപ്പർ ഫാസ്റ്റുകളെ കൈയൊഴിയുകയാണ് യാത്രക്കാർ. കോർപ്പറേഷന് പുതിയ തലവേദന സൃഷ്ടിക്കുകയാണ് വലിയ പ്രതീക്ഷകളോടെ മുൻ സർക്കാർ നിരത്തിലിറക്കിയ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ. ഈ ബസ്സുകളെ തള്ളിയാണ് യാത്രക്കാർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. ബസ്സിനുള്ളിലെ അസഹ്യമായ ചൂടും സീറ്റുകൾ തമ്മിലുള്ള സ്ഥലക്കുറവുമാണ് യാത്രക്കാരെ ഈ ബസ്സുകളിൽ നിന്നും അകറ്റുന്നത്. ദീർഘദൂര സർവീസുകൾക്കായി ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലിൽ വാങ്ങിയ ബസ്സുകൾ ഇപ്പോൾ യാത്രക്കാരില്ലാതെ സർവീസ് തന്നെ നിർത്തിവെക്കേണ്ട ഗതികേടിലുമാണ്. കേരളത്തിലെ റോഡുകളിലൂടെയുള്ള യാത്ര സുഖകരമാക്കാൻ ലക്ഷ്യമിട്ട് LDF സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ പുതിയ പ്രീമിയം മോഡൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ പ്രായോഗികമായ രൂപകൽപ്പനയിലെ വീഴ്ചകൾ കാരണം ബസ്സുകൾ ഇപ്പോൾ കോർപ്പറേഷന് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. പ്രീമിയം ബസ്സുകളുടെ പ്രധാന പോരായ്മ ബസ്സിനുള്ളിലെ വായു സഞ്ചാരമില്ലായ്മയും കടുത്ത ചൂടുമാണ്. എയർ കണ്ടീഷൻ അല്ലെങ്കിലും പുറത്തു നിന്നുള്ള കാറ്റ് ലഭ്യമാകാത്ത വിധത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളുടെ രൂപകൽപ്പനയും ബസ്സിനകത്തുണ്ട്. ചെറിയ ഫാനുകൾ വലിയ പരാജയമാണ്. ബസ്സിലെ ഓരോ 3 നിര സീറ്റുകൾക്ക് മുകളിലുമായി സീലിംഗിൽ ഉറപ്പിച്ചിരിക്കുന്ന ചെറു ഫാനുകളിൽ നിന്നാണ് വേനൽക്കാലത്തും സാധാരണ സമയത്തുമൊക്കെ ഈ ഫാനുകളിൽ നിന്ന് വരുന്നത് അസഹ്യമായ ചൂടുകാറ്റാണെന്ന് യാത്രക്കാർ പരാതിപ്പെടുന്നു. ഇടുങ്ങിയ സീറ്റുകൾ ഈ ബസ്സിനുള്ളിലുണ്ട്. ബസ്സിനുള്ളിലെ സീറ്റുകൾ അടുത്തടുത്തായി ക്രമീകരിച്ചിരിക്കുന്നതിനാൽ യാത്രക്കാർക്ക് കാലുകൾ നിവർത്തി വെക്കാനോ ആശ്വാസത്തോടെ ഇരിക്കാനോ സാധിക്കുന്നില്ല. മുൻപിലെ സീറ്റുകൾ ചാരിയിട്ടിരുന്നാൽ പുറകിലുള്ളവർക്ക് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഗണേഷ് കുമാറിന്റെ കാലത്ത് തുടങ്ങിയ ദുരിതമാണിത്. ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ് പ്രീമിയം ലുക്കുള്ള ഈ ബസ്സുകൾ നിരത്തിലിറക്കാൻ തീരുമാനിച്ചതെന്നും ബസ് ബോഡികളുടെ ഓർഡറുകൾ നൽകിയതും. എന്നാൽ പിന്നീട് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ തന്നെ KSRTCയുടെ പുനരുദ്ധാരണ ഘട്ടത്തിൽ ഇത്തരം ബസ് ബോഡി ഡിസൈനുകളിലെ പോരായ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങളും ഈ ബസ്സിലുണ്ട്. കണ്ടക്ടർക്ക് നടക്കാനോ യാത്രക്കാർക്ക് നിൽക്കാനോ സ്ഥലം ലഭിക്കാത്ത ബോഡി നിർമ്മാണം മോട്ടോർ വാഹന വകുപ്പിന്റെ സാങ്കേതിക മാനദണ്ഡങ്ങൾക്ക് ചേർന്നതല്ല എന്ന് തൊഴിലാളി യൂണിയനുകളും ആരോപിക്കുന്നു. സ്വകാര്യ ബസ്സുകളെ മാതൃകയാക്കിയിട്ടേയില്ല. നിലവിൽ സ്വകാര്യ കമ്പനികൾ വിപണിയിൽ ഇറക്കുന്ന ബസ്സുകളിലുള്ള ആധുനിക എയർ സർക്കുലേഷൻ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ KSRTCയുടെ ഈ ബോഡി നിർമ്മാണത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം, കന്യാകുമാരി, തൃശൂർ, കോഴിക്കോട് റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന പ്രീമിയം ബസ്സുകളിലാണ് നിലവിൽ ആളുകൾ കയറാൻ മടിക്കുന്നത്. യാത്രക്കാരുടെ പരാതികൾ പരിഹരിച്ച് ഇന്റീരിയർ മാറ്റങ്ങൾ വരുത്താൻ കോർപ്പറേഷൻ തയ്യാറായില്ലെങ്കിൽ കോടികൾ മുടക്കി വാങ്ങിയ പ്രീമിയം ബസ്സുകൾ ഷെഡിൽ വിശ്രമിക്കേണ്ട അവസ്ഥ വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഗണേഷ് കുമാറിന്റെ കാലത്തും ആന്റണി രാജുവിന്റെ കാലത്തും വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന വായ്ത്താരിയൊക്കെയുണ്ട്. വാങ്ങിയ ബസ്സുകളുടെ അവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കോർപ്പറേഷനും ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കം ആദ്യം മുതൽ തന്നെ നമുക്കറിയാവുന്നതുമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബസ്സുകൾ പോലും ഇത്തരത്തിൽ വഴി മാറ്റി ഓടിക്കുകയും റൂട്ട് മാറ്റി വിടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നത്. ഏതായാലും KSRTC ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ പ്രിയദർശിനിയുടെ സൗജന്യ യാത്ര ആദ്യ 15 ദിവസത്തെ തുക 41.5 കോടി രൂപ KSRTCക്ക് അനുവദിച്ചു കഴിഞ്ഞു സർക്കാർ. യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഇപ്പോഴുള്ളത്. KSRTC ബസ്സുകളിൽ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ആദ്യ 15 ദിവസത്തെ സൗജന്യ ടിക്കറ്റുകളുടെ തുകയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ പ്രിയദർശിനി പദ്ധതിക്കായി നീക്കിവെച്ചിരിക്കുന്ന 600 കോടി രൂപയുടെ തുകയിൽ നിന്നാണ് ആദ്യ ഗഡുവായ 41.5 കോടി രൂപ അനുവദിച്ചത്. പ്രതീക്ഷിച്ചതിലും ഉയർന്ന അളവിലാണ് വനിതാ യാത്രക്കാർ പദ്ധതിയുടെ ഭാഗമായതെന്നും സർക്കാരിനെയും KSRTCയുടെയും പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. പദ്ധതി ആരംഭിച്ചതോടെ KSRTC ഓർഡിനറി സർവീസുകളെ ആശ്രയിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിവർഷം പദ്ധതിക്കായി 800 കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് KSRTCയുടെ വിലയിരുത്തൽ. ബജറ്റിൽ ഇതിനായി 600 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യ ദിവസങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ കൂട്ടത്തോടെ യാത്ര ചെയ്തതുകൊണ്ടാണ് ആദ്യത്തെ 15 ദിവസത്തെ തുക പ്രതീക്ഷിച്ചതിലും ഉയർന്നതെന്നാണ് KSRTC അധികൃതർ വ്യക്തമാക്കുന്നത്. തുടക്കത്തിലുണ്ടായ അമിത ആവേശമാണ് കണക്കുകളിൽ പ്രതിഫലിക്കുന്നതെന്നും വരും മാസങ്ങളിൽ പ്രതിമാസ ചെലവ് കൃത്യമായ ശരാശരിയിലേക്ക് താഴുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിർദ്ദിഷ്ട സീറോ ഫെയർ ടിക്കറ്റുകൾ കണ്ടക്ടർമാർ കൃത്യമായി രേഖപ്പെടുത്താത്തതിനാൽ കൃത്യമായ യാത്രാ വിവരങ്ങൾ സർക്കാരിന് സമാഹരിക്കാൻ സാധിക്കുന്നുമുണ്ട്.